അങ്ങനെ ഇതിനാ കുട്ടികൾക്ക് ഈ ചെറിയ പ്രായത്തിൽ കത്തിയും കടവാളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ ആരതാണ്? ആര് എന്നോട് ഞാൻ പറഞ്ഞോ ഓരോന്ന് തരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. പറഞ്ഞിനിയോ? വേഗം കയറി ഷൂര്. എന്നോട് ഞാൻ ഇന്നാൾ ദേവാനെ തന്നതാണ് അറിയാൻ കൊണ്ടുവന്നതൊക്കെ കട്ടതേനി അല്ല ഇനിയോ? എന്താണ് അള്ളാഹു സത്യം വെക്കാൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സത്യം വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കിരൺദേവന്റെ നമ്പറല്ലേ മെച്ചിന്റെ അടുത്ത് ഉണ്ടാവും അവന്റെ അമ്മന്റെ. എന്നിട്ട് കിരൺദേവനെ വിളിച്ചുകൊണ്ട് വിളിച്ചു ചോദിക്കണ്ടേ? ഇത് പേടിച്ചണ്ട. വിളിച്ചിണ്ടേ ഇന്നാളും വിളിച്ചിനില്ലേ? ഇതേമാതിരി ഔത്തിക്കൊക്കെ കയറ്റി ലാസ്റ്റ് ഞങ്ങൾ വിളിച്ചില്ലേ പുറത്ത് പോയി കണ്ട് കിട്ടിയില്ലേ വെള്ളർച്ചി? ഷൂ കഴിച്ച് ഒന്ന് കിട്ടി അത് തിന്നു. പിന്നെ രണ്ടോർണം ബാക്കി തന്നു. ബാക്കിയില് രണ്ടോർണം തിന്നു. അതിന് വാങ്ങിയേ അതിനാടല്ലേ വാങ്ങി? അതാ നിച്ച് കാല് വെളുത്തിക്കണല്ലോ. ഓനത് ഹിരൺദേവ് കൊടുത്താണ് പോലെ 3 കൊടുത്തും ചെയ്തിരിക്കണ. അപ്പൊ ഇത് എന്തിൻ്റെ ആണിത്? അതാണല്ലോ കത്തി. കത്തി നമ്മളെ പല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചിക്കനൊക്കെ തിന്നാല് എന്തായാലും പല്ല് തോണ്ടിയേക്കാരം എന്നാല് ഉപയോഗിച്ചതേക്കാരം. ഓർമ്മല്ലേ ഞാൻ വിളിച്ചു നോക്കിയിട്ട് കിട്ടും. ഇത് തന്നെ തന്നെയാണ്. ഞാൻ വേഗം കയറി തന്നാന്ന് പറഞ്ഞാൽ തല്ലെഴുതിട്ടു. തന്നതാന്ന് പറഞ്ഞാൽ തല്ലെഴുതിട്ടോ. എന്താ ഇത് കാട്ടി? ഇത് പല്ല് തോണ്ടണ പോലെ ഇത് വലിച്ചേർന്ന് ഒരാളെ തൊണ്ടിലിട്ട തോക്കാണ് പറയാൻ കൊണ്ടുവന്നിക്കണോ? തോക്കാണ് ഇത്. മുറിയില ഇങ്ങനത്തെ സാധനം എൻ്റെ അടുത്തില്ലേനോ? അത് കൊണ്ടുവന്ന വേഗം അയച്ചിട്ടാ പറ്റി. വലിച്ചെറിഞ്ഞാല് മെച്ചിനെടുത്ത് കൊണ്ടേ കൊടുത്ത അതൊക്കെ വൃത്തിയായിട്ട സാധനമാണ്. ആകൊരു ഫ്രൂട്ടിന് വരച്ചിട്ട് തുടങ്ങിയ ഇപ്പൊ ആനിമൽസ് ആയി. ഭയങ്കര എടാ ഭയങ്കര. ഇത് മല്ലി. ഇത് എന്റെ ഫ്രണ്ട് വെച്ചതാ. ഞാൻ വെച്ചതാ. ഇത്
ഓന് വരച്ചപ്പോ കോളായത് എവിടെ ചേർച്ചേ ഫ്ലമിംഗോ അച്ചടിച്ചാണ് വരച്ചതല്ല അച്ചടിച്ചതാ അല്ലേ ചിത്രം നോക്കിയാ വരച്ചത് ഫ്രണ്ട് കൊണ്ടുവന്നൊരു ബുക്ക് ഫുള്ള് അച്ചടിയാ എന്നിട്ട് അതിന്റെ മേലെ ഇതിങ്ങനെ വെച്ചങ്ങാണ്ട് അങ്ങനെയല്ല അത് എല്ലാവർക്കും കഴിയും ബ്രോ വലിയ സംഭവം അല്ല കേട്ടോ സംഭവമല്ല അതിന്റെ മേലെ കൂടെ അങ്ങനെ നോക്കിയാണ്ട് പിച്ചും കഴിയും ഇതിലാ ഉഷാറില് ഞാൻ വരക്കും അങ്ങനെ എല്ലാരും വരക്കും വേറെ കുട്ടികളൊക്കെ വരക്കില്ല അതിന്റെ മേലെ കൂടെ അങ്ങനെ പെൻസിൽ ഉണ്ടായപ്പോ വരച്ചാ പോലെ അങ്ങനെയല്ല വരക്കുക ഇതൊക്കെ അങ്ങനെ വരച്ചതല്ലേ ഇത് ഞാൻ വെച്ചതല്ല ഇതിന്റെ ഫ്രണ്ട് ആർഎസ് വെച്ചു ഓന്റെ കുൽക്കല് കണ്ടപ്പോ ഞാൻ കരുതി ഓൻ വരച്ചത് ഇത് സയാന് ഫ്ലമിംഗോ ഫ്ലമിംഗോ ഇതൊക്കെ എന്തിനാ എന്നിട്ട് ഇജ്ജ് കൊണ്ടു നിക്കണേ ഓന്റെ അമ്മ ആ ഇതിലിട്ട് നാളെ കൊണ്ടുവരാന് അതിലിട്ട് ആ നിങ്ങളെ ഷീറ്റ് കൊണ്ടുവന്ന് തന്നില്ലേനോ അതിലിട്ട് കൊണ്ടുവരാൻ അതില് ഇട്ട് കൊണ്ടുവരാനാ ഷീറ്റിന്റെ പേപ്പറില് അതെന്താ A4 ഷീറ്റ് അല്ലേ അതല്ല ഞാൻ നിങ്ങളെ ഷീറ്റ് ഇതില്ലേനോ ഒരു കവറ് അയക്കിട്ട് കൊണ്ടുവരാന് എന്തിന് നിങ്ങൾക്ക് എന്താ ആ കവർ ഇവിടെ കൊണ്ടുപോയ തലമണ്ട അടിച്ചു പൊടിച്ചിട്ടോ A4 വെക്കാനുള്ള കവറല്ലേ ഞാൻ എത്ര അങ്ങോട്ട് കൊണ്ടുവയ്ക്കണേ എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമോ അമ്പത് രൂപ ഇപ്പച്ചി വേറെ കുട്ടികളുടെ സാധനം ഒന്നും കൊണ്ടുവരരുത് കേട്ടോ ആര് തന്നാലും ചെപ്പച്ചി വാങ്ങരുത് പറഞ്ഞോണ്ടിട്ടോ എന്തേലും വേണമെങ്കിൽ ചെപ്പച്ചി വാങ്ങിത്തരുന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ നാളെ എന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഓരോരുത്തർ കൊണ്ടുവരുന്നത് ആയിക്കോട്ടെ എന്നാലും അതൊന്നും വാങ്ങാതെ നിക്കലല്ലേ നമ്മളെ മാന്യത അത് ഞാൻ പോനോട് പറയാണ് അതൊന്നും വാങ്ങാൻ പാടില്ല ആകെ പല്ലി മറി തോണ്ടി മനസ്സിലായോ അല്ല ജിന്നെ എതിർക്കല്ല ഓനെ സപ്പോർട്ട് ചെയ്യല്ല അല്ലേ ഓന് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണല്ലേ ഞങ്ങളെ ഇവരോട് ഒരു സാധനം വാങ്ങിയതായി ചോമ്പൻ്റെ കുറെ നോക്കണേ ഇതാക്കിയാണ്ട് ഇവനോട് ഇനി ഒരു സാധനം അവന് പുറത്തുനിന്ന് വാങ്ങരുത് പറയണം കുട്ടികളുടെ നിന്നേ കേട്ടോ സംഗതി ഒരു കുഞ്ഞിപ്പാവാണ് ഇത് സംഗതി ഒരു കുഞ്ഞിപ്പാവാണ് അല്ല കുഞ്ഞോളെ എവിടുക്കാണ് കുട്ടികളൊക്കെ പോയിക്കണേ കിട്ടണതാണല്ലേ ഇത് നേന്ത്രപ്പഴം തേങ്ങയിട്ടാണ് വേറെ സാധനം അയച്ചെന്നില്ല തേങ്ങയും വേറൊരു സാധനം ഞാനൊരു കാക്ക ജ്യൂസ് ഉണ്ടാക്കണത് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ആ കുട്ടികൾ വെച്ചിട്ടുണ്ട് ഇതെന്തിനാണ് കുഞ്ഞക്കായ അതാണ് എണ്ണ പലഹാരം ഹെൽത്തി ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും മതി ഇത് ബേജാറാണ്ട് കുട്ടീനെ കുട്ടിനെ ഞാട്ടി പറഞ്ഞേക്കണേ എടീ ഭർത്താക്കന്മാർ കുട്ടികളെ ആട്ടി ചരിത്രം ഉണ്ട് റാഷിദ സിപി എങ്ങടെ പുറത്തു പോണേ ഞാൻ കണ്ടാ ആ ചോദിച്ചോട്ടെ ഇല്ലല്ലേ ഞാൻ പീടി പോയി സാധനം കൊണ്ടുണ്ട് അപ്പോൾ ഞാൻ അതിനിഷ്ടമാണ് അറിയാമല്ലോ ഒരിക്കലും ഒരു വണ്ടിമ്മ അങ്ങനെ കുട്ടികളെയും കൊണ്ട് പോകാൻ പാടില്ല അപ്പേ അപ്പേ ഞാൻ പോയിട്ട് ബത്തക്ക് പിന്നെ നാരങ്ങ മറക്കരുത് ഞാൻ സുക്കക്ക് പകരമാണ് നാരങ്ങ നമുക്ക് സ്പെഷ്യൽ സംഭവം നാരങ്ങ എന്തായാലും വേണം പുളി വേണം കുറച്ച് മുട്ട മസാല പച്ചമുട്ട കുട്ടികൾ എന്താ പണിയാകട്ടെ നമ്മള് ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള പണികളാണ് ഇതിൻ്റെ ഒപ്പം കൂടിയാണ്ടേ സിതാ അത് എറിയുമ്പോഴേ കുട്ടികളെ കണ്ണുക്കോ മേത്തുക്കോ മൂത്തുക്കോ എവിടെങ്കിലും പള്ളർച്ച് കിട്ടും എനിക്ക് കേട്ടോ ഓലതെ പൊട്ടണില്ലാറാണ്ട് പോയി ഓലതെ പൊട്ടണില്ലാറാണ്ടേ പോയി നോക്കിയാലേ
പടക്കത്തിന്റെ അടുത്തേക്ക് പോരുന്നിട്ടാ. ഞാൻ കാണിച്ചു തരാം. ഇത് അനക്ക് കയറി കിട്ടട്ടോ. കുട്ടികളെ മേത്തക്കായ എനക്ക് പൊട്ടും. ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാക്കണേ വീട്ടിലേക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ചുള്ളിക്കാട്ടെ? ചുഴലിക്കാറ്റോ? കേട്ടോ എടാ ചെയ്തു. ജിബ്രാൻ അടങ്ങി നിന്നാട്ടാ. ടിഷുമ്മ അടുക്കളയിലേ ഇപ്പച്ചി വന്ന് കണ്ടേ. എന്താണ് അവളതിൽ കണ്ടക്കില്ല ഞാൻ വരുന്നത്. നോക്കീനിയാ പാല് കൊണ്ടുവന്നിക്കണേ, നാരങ്ങ കൊണ്ടുവന്നിക്കണേ, വിമ്മിന്റെ കട്ട കൊണ്ടുവന്നിക്കണേ, തക്കാളി കൊണ്ടുവന്നിക്കണം കേട്ടോ, ബത്തക്ക കൊണ്ടുവന്നിക്കണേ. അതുപോലെ ഇതൊന്നും പറയരുത് കേട്ടോ. ഇതെന്താ ഇത്രയും വലിയത് ഉന്നക്കായ? എത്ര ഉന്നക്കായ സാധനം ഇത്ര ഏകദേശം ഒരു ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഒന്നുമ്മ പൂജ തീരുന്നത്. എന്ത് ഡിസൈനോ? അത് ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ അച്ചു അങ്ങനെ അലാക്കിന്റെ ഇതൊക്കെയാണ്. ടീച്ചമ്മ അതിലുള്ള കൂടെ തലട്ട് പോകണം കേട്ടോ. ആരാണ് കീക്ക് അടിച്ചത്? നമ്മളെ വണ്ടി മതാ. കമ്പ്യൂട്ടർ മത്താണ്ട് ജിബ്രാനല്ലേ കൊടുക്കണം. ടീഷ എവിടുക്കാ കാര്യം പോണേ? കയറിക്കാരോളെ ചന്തി. അപ്പൊ ശരിക്കും 10 രൂപ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളെ ഇതെന്താ ഞങ്ങളെ കേട്ടോ കൊടുത്തു നോക്കിയോ? അതിന് നോമ്പറക്കാൻ നേരത്തെ കൊടുക്കും. അപ്പൊ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഈ കോഴിമുട്ട കുട്ടിയെ കൊടുക്കുമ്പോ കുഞ്ചി അടക്കം തിന്നാൻ പറയണ്ട. മഞ്ഞ തീറ്റിച്ചലാണേ. ഒരു മുട്ടന്റെ മഞ്ഞ ഫുള്ള് തിന്ന നല്ലതാ. എന്താ തൊള്ളിക്കണ്ണേ? അങ്ങനെ തിന്നേ. ഞാനേ ഒരു 10 ടൈപ്പ് പറയണേ. ശ്രദ്ധിച്ച ടീച്ച കുട്ടിനാരെ കാച്ചതേ ഇങ്ങോട്ട് പോരെ. കുട്ടികളെ ഇനി നമുക്ക് അല്പം നേരം വിമാനം പറത്തിയാലോ? ഞാനല്ല, ഒരാൾക്കും തരില്ല, കയ്യിൽ തരില്ല. കുട്ടികൾക്കുള്ളതല്ലത്, ഇത് വലിയവർക്കുള്ളത്. എന്തൊക്കെ പറയണത്? അത് വിട്ടുക്ക്. അപ്പൊ അതിനെന്താണ് ബ്രൈമോടാ? ഇത് എന്താ കൺട്രോൾ കിട്ടും. അപ്പുറത്തെ തൊടുക്കൊക്കെ അവിടെ ഇപ്പൊ കാടൊക്കെ വെട്ടിക്കണേ. ഇപ്പൊ സൂപ്പറാ.
ഗൈസ് അങ്ങനെ നമ്മൾ തരുന്ന കുട്ടികളുടെ കൂടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എഴുതിയിട്ട് ഇതാ ഇവിടെ നാട്ടിൽ ശുഭവിനെ എടുത്തു വന്ന ഓർത്തോളൂ അല്ല പള്ള വേദനക്കൊന്നും തിന്നിട്ടില്ല. അന്നെ വീഡിയോയിൽ വരുത്തുണ്ട്. അന്റെ വീഡിയോയിൽ ബാബക്ക് റോട്ടിന്ന് താക്ക പൊട്ടുണ്ടാ ഇപ്പൊ ഞാനാണ് ഈ കുട്ടിയെ പിടിച്ച സ്ഥിതിക്കാക്ക് വീഡിയോ എടുത്തത്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് വിമാനം പറത്താൻ പോവാ. വിമാനം വാങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മിനി ഫ്ലൈറ്റ് ആണ്. ഞങ്ങളെ ഫ്ലൈറ്റ് പറത്താൻ പോവുകയാണ്. ഓക്കെ പടച്ചോനെ ഇതൊന്നും റീൽസ് വന്നെടുക്കാം. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് വിമാനം പറത്താൻ വേണ്ടിട്ട് പോണ വിമാനം റെഡി ആയിട്ടുണ്ട്. പോലെ ഷാപ്പു രാത്രിയാണ് ഇതാക്കണേ. അപ്പൊ ലേറ്റ് ഒക്കെ ഉണ്ട്. രാത്രി അതി കൂടെ നടക്കാൻ പറ്റില്ല. അതി കൂടെ അല്ല നല്ല ഹൈറ്റ് മേലെ കൊണ്ട് വിമാനം നോക്കൂ ഗൈസ്, വിമാനം നോക്കൂ ഗൈസ്, വിമാനം നോക്കൂ ഗൈസ്. നിങ്ങൾ മാങ്ങ പിടിച്ചോ. അതാ ഇതാണ് ഞങ്ങളെ വിമാനം. സൂം ചെയ്ത് പടച്ചോനെ. യെസ് ഗൈസ് അതാ ഗൈസ് അവിടെ കുടുങ്ങി. ഇവിടെ ടിഷ ബേബി ഉണ്ട്. സിദ്ദിഖാക്ക് ടിഷ ബേബി ഉണ്ട്. ഇവിടെ വിമാനം കാണാത്തോല് കണ്ടോളി. ഞാൻ സൂം ചെയ്യണില്ല, ചെറുതാക്കി. ഞങ്ങള് വിമാനം പോയി. ഇന്നലെ വാങ്ങിയ സാധനം 1500 ഉറുപ്പ്യ എടുത്ത് അതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിക്കാണ്. ഈ സ്ഥലത്തൊക്കെ ഒക്കെ പോയേക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങളാരും കണ്ടിക്കണോ? വല്ലാതെ അറിയില്ല. ആ സാധനം പോയി. എത്ര ഇതുവരെ തരേന്. ഇപ്പൊ തെരഞ്ഞു വൈകുന്നേരം നോമ്പറക്കാൻ എത്തി വീഡിയോ എടുക്കണേ കാണാനല്ലേ. അങ്ങനെ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വ്ളോഗല്ല എന്താ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു ഏകദേശം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുകൾ പരിചയപ്പെടുത്താം. ഇന്ന് ഇവിടെ നമുക്ക് സ്പെഷ്യലുകളായിട്ടുള്ളത് ബത്തക്ക, അതുപോലെ ടിഷുമാട് നോമ്പ് ഇറക്കുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ നിങ്ങൾ കോയമുട്ട കൊണ്ട് ഉണ്ടാക്കിയൊരു സ്പെഷ്യലുണ്ട്. ഇവിടെ ഉന്നക്കായ ഉണ്ട്, പുട്ടുണ്ട്, നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയൊരു ഐറ്റംസ് ഉണ്ട്. കൊണ്ട് നോക്കോ. പിന്നെ എന്താ ജ്യൂസ് എന്താണ് വേണ്ടി? മസാല മുട്ട ഉണ്ട്. സൂപ്പർ. പൊരി 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 പൊരി. ഇങ്ങോട്ട് പോരും വരുന്നോണ്ട് ചെരുപ്പ് ഷൂട്ട് വാ. ഫസ്റ്റ് വാങ്ങിരുന്നോണ്ട് എജ്ജിരിക്കല്ല. മടങ്ങുമ്പോൾ ഇരിക്കാറില്ല എന്നോട്. ഇബ്രാഹിം എജ്ജാ ചോദ്യം തന്നെ ചോദിച്ചാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ വലിയ വലിയ പെട്ടിട്ടുള്ളൂ എന്ന് എപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൽക്കൊക്കെ ഡ്രസ്സ് എടുത്തല്ലോ. അപ്പോൾ എനിക്ക് മാത്രമേ ഇനി ഡ്രസ്സ് എടുക്കാത്തുള്ളൂ. അപ്പോൾ ഇനി എനിക്കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആന കയറിക്കോ, വണ്ടിയിൽ നിന്ന് ഇടഞ്ഞ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ. എന്നാ ഞാൻ ഇറങ്ങിക്കോളി. നാളെ സ്കൂളില്ലേ? അബ്രഹാം കുറു ജിറബ് അവിടെ
ഇബ്രാഹിം അഭിനയത്തിന് തന്നെ അഭിനയത്തില് ബെന്റെ അത്ര വലിയൊരു മുതല് വേറെ ഒരാളിന് ഇബ്രോന്റെ അണ്ണാക്ക് തുറന്നു കണ്ടാണ് അവനെ അഭിനയിച്ചത്. ആ ഷർട്ട് മൊത്ത മാലേ അയച്ചോക്കണം കേട്ടോ. മറ്റേ അതിന്റെ ഡെനിമൊക്കെ ഇടണത് അപ്പൊ വാങ്ങിച്ചണേ. ഇറങ്ങോ കുട്ടീസ്. ഔട്ട് ഔട്ട് ഇറങ്ങടാ. പോയി ചാവി തന്നിട്ടില്ലേ തുറക്ക് പേരെ പോയിട്ട്. അല്ല നിങ്ങളെ വിചാരം എന്താ നിങ്ങക്ക്? പോയി ഉറങ്ങി കുടിച്ച് കൊണ്ടേ വെക്ക അവിടെ കൊണ്ടേ വെക്ക്. എവിടെ വെക്കടി ചാവടർ വെക്ക്. എന്റെ ആ മറ്റിലെ നോട്ടം ഞാൻ നോക്കണ്ട കേട്ടോ. അജി എന്താ കരുതിക്കണത്? ഓനൊരു നോട്ടേ മനസ്സിനെ. ആളെടുത്തേക്കല്ലേ ഡ്രസ്സുകള്? ലോഡ് ഡ്രസ് എടുത്തേക്കട്ടോ. അഞ്ചാക്ക് സിദ്ധുവിന് എടുത്തിട്ടില്ല. ഇപ്രാവശ്യത്തെ പെരുന്നാള് സിദ്ധു പൊളിക്കണ്ടേ. ബാക്കി എല്ലാരും മാമ ഐഷുമാസിന്റെ ഇതില് സോനു പണിക്കോലൊടുങ്ങി. ഈ കവർ നല്ല കവറാട്ടോ. ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് ഇത്, പേപ്പർ ബാഗല്ല. ഓനാ ഇതന്നുള്ളേ കുയിന്ത് കേട്ടോ. അവൻ്റെ ബോഡിയിൽ ഫുള്ള് നിറച്ചട് വെച്ചിരിക്കുകയാണ്. പലച്ചക്ക് നീച്ച കുഞ്ഞോളെ അകമൊക്കെ ഉഷാറായിക്കോട്ടെ, അല്ലെങ്കിൽ പള്ള നിറച്ച് കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇവിടെ കൂടി തുടച്ചാൽ വൃത്തിയായിട്ടില്ല. ഇത് അവിടെ നിന്നിട്ട് കാണുന്നുണ്ട്. ലോങ് പോയി നിന്നിട്ട് ഇങ്ങോട്ട് വാ. 2 റൗണ്ട് തുടച്ചളഞ്ഞ് ഈ സൈഡൊക്കെ. ഇതിപ്പോൾ എൻ്റെ തുടക്കൽ ഇതാക്കൽ കഴിയുമ്പോൾ ടിഷ ബേബി നെയ്ച്ചു ചെയ്യും. നടന്ന തന്നെ എനിക്കല്ല പണി കുട്ടികളെ വെക്കല് അല്ലേ? അതിനാണല്ലോ ഞാൻ അവിടെ പുതിയാപ്പിളേനെ ഉത്തിരിക്കണേ. ആരാൻ്റെ കുട്ടികളാണ്? ചെറിയ കുട്ടികളാ? വലിയ വലിയ കുട്ടികളല്ലേ പെൺകുട്ടികൾ? അതിപ്പോൾ എന്തായാലും പുതിയാപ്പിളാരാകുമ്പോൾ അങ്ങനെ തന്നെ ഈ കാരം. എല്ലാവർക്കും ഞാനായാൽ മതി പെൺകുട്ടികൾക്ക്. എത്ര കാലം പെൺകുട്ടികൾക്ക് അതൊക്കെ ഇപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ? അതൊക്കെ ഇപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിച്ച മോളെ. എനിക്കും എൻ്റെ കുട്ടികൾക്കും അറിയാലോ ഞങ്ങളെങ്ങനെയാണ് നിന്നത്. എന്താ പേര് ചോദിക്കുന്ന സ്പെഷ്യല്?
ഇതും ചോറിന് എന്താണ് ഞാൻ പുട്ട് പുട്ടോ? പുട്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എപ്പോഴും ഇഷ്ടമല്ല, പക്ഷെ മീൻകറിക്ക് ഭയങ്കര ഇഷ്ടമല്ല. പുട്ട് ഇങ്ങനെ മീൻ കറിയിൽ കഴിച്ചിങ്ങനെ തിന്നണല്ലേ? സെറ്റാ. എനിക്ക് പുട്ടുണ്ട്, നിങ്ങൾക്ക് ചോറ്, ഇളക്കാ ചോറ് എന്ന് പറയും. അതില് ഇളക്കാച്ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പലിച്ചൊക്കെ ഉണ്ടാക്കും. ഞാൻ പരമാവധി ഇളക്കാച്ചോറ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒന്നാമത് എന്താ വെച്ചാൽ അത് വയറ് ചാടില്ല. മറ്റേ മോട്ടർ റൈസിൻ്റെ മാതിരി നന്നായിട്ട് ഹിന്ദിക്കാരൊക്കെ കൂടുതൽ വൈറ്റ് റൈസ് ഉപയോഗിക്കുക. പച്ചരിച്ചോറ് അത് പൊന്നരിയാണ്. വെജ് പറയണേ പൊന്നരി എണ്ണങ്ങാണ്ടല്ലേ അങ്ങനെ. അത് ഈ എന്താ മറ്റേ നമ്മൾ കുടിയിലെ പണ്ട് ഇതാക്കി നമ്മള് ഇതൊക്കെ പോയാലേ സദ്യ കഴിക്കാനൊക്കെ പോയ സാധാ ചോറ് കഴിഞ്ഞിട്ട് പൊന്നരി ഇട്ട് അറിയില്ല നമ്മളുടെ അടുത്ത്. അത് ഇതേമാതിരി ബിരിയാണി റൈസിന്റെ മതിക്ക കഴിക്കുന്നത്. സാധാ തിളപ്പിച്ച് ഊറ്റുക, നമ്മൾ സാധാ ചോറ് വെക്കണ മാതിരി ഊറ്റുക, എന്നിട്ട് തിന്നും. പച്ചരിൻ്റെ വില തന്നെ ഉള്ളൂ. എന്നാ പിന്നെ സാധാ ഇതേപോലെ ഇളക്കാച്ചോറിൻ്റെ പച്ചരി കഴിഞ്ഞാൽ പോലെ മതി. ഞാൻ പറയാം, ബംഗാളികളൊക്കെ അതാ തിന്നാണെന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ ഗൾഫിലുണ്ടായത് നമുക്കറിയില്ല. ഇപ്പോൾ വൈറ്റ് റൈസ് കഴിക്കണ പോലെ അതെന്താ വെച്ചാൽ വയറ് ചാടില്ല. അല്ലാതെ കാരണം നമ്മൾ മലബാർ റൈസ് സാധാ അരി കണ്ടില്ലെങ്കിൽ ഒരു ഉണ്ടച്ചുകൊണ്ടിരിക്കാരോ. പക്ഷേ ഇതൊക്കെ അരിഭക്ഷണമാണ്, അതാദ്യം മനസ്സിലാക്കണം. ആണ്, പക്ഷെ വൈറ്റ് റൈസ് വേറെ തന്നെയാണ്. പച്ചരി വൈറ്റ് റൈസ് പോലെയല്ല, സാധാ മോട്ടർ റൈസ് എന്നതിന് പറയാം. മോട്ട, അതായത് തടിച്ച അരി. നമ്മളത് റേഷൻ അതിനെ അത് നമ്മളതൊക്കെ മോട്ടർ റൈസാണ്. സാധാ അരിക്കും മോട്ടർ റൈസ് എന്ന് പറയും ഇന്ത്യക്കാർ. അതായത് വലിയ അരിക്കാരൻ അത് തിന്നാൽ വയറ് ചാടും. പിന്നെ മട്ടരി നല്ല അരിയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വയറ് ചാടിയത്. അതിൽ മെയിൻ ഘടകത നേരെ പക്ഷെ പാകിസ്ഥാനികളൊക്കെ ഓവറായിട്ട്, കാരണം അവർ കറക്റ്റ് ഗോതമ്പായി ഗോതമ്പാണ് ഒരധികം കഴിക്കുക. അതും ഇങ്ങനെ ചുട്ടുങ്ങാണ്ടൊക്കെ തിന്നുമല്ലോ. റൊട്ടി ആയിട്ടും ചുട്ടുങ്ങാണ്ടാണ് കുബൂസ് ടൈപ്പൊക്കെ എണ്ണ ആക്കി. ടൈപ്പ് ഒരധികം യൂസ് ചെയ്യൂല. നമുക്ക് 3 നേരം ചോറ് കിട്ടി അതിനല്ല അറിയുന്ന മലയാളികൾ. പ്രത്യേകിച്ച് ഇതൊക്കെ ഇപ്പൊ ഒരു നേരം ബിരിയാണി എന്നാല് അതിന് വേറെ നേരം സാധാ ചോറ് നാം ഉപയോഗിക്കുന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അതെടുത്ത് പള്ളിക്ക് എത്തിയാൽ ഒരു സമാധാനം. അല്ലേ സാധാ ചോറ് ആക്കുന്നത്. സമാധാനക്കേട് നീച്ചിട്ട് ഞാനാട്ടൂല. നിങ്ങളല്ലേ ഞാൻ പിടിച്ചെത്തിയേ ഞാൻ അത് ഇത് കണ്ട് ഇത്